Hello, this is എന്നെ പരിചയപ്പെടുത്തുന്ന വ്ളോഗ്. Today I am going to reveal who I am. I don't have any girlfriend. Welcome to Epic Jeans. എല്ലാവർക്കും ഈ കയ്യിൽ എന്ത് പറ്റിയതാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒരു വെട്ടോത്തി കൊണ്ടതാണ്. +2 വരെയാണ് പഠിച്ചിട്ടുള്ളത്. അതിനുശേഷം എന്ത് പഠിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ ലേൺ ജർമ്മൻ ലാംഗ്വേജ് ഡോയ്ഷ് ഞാൻ പഠിച്ചു ഗൈസ്. എനിക്കിപ്പോൾ അറിയാവുന്നത് ഇഷ് ഹൈസെ ജിൻസ് എന്ന് മാത്രമാണ്. ഓദർ ഇഷ് ബിൻ ജിൻസ് എന്ന് ഈ രണ്ട് കാര്യങ്ങൾ അറിയാം. അങ്ങനെ നാളുകൾക്ക് ശേഷം ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് B1 3 മൊഡ്യൂൾ അങ്ങ് ഗോയിത്തച്ചെന്ന് പാസ്സായി. ഞാൻ കേരളം മൊത്തം കറങ്ങിയില്ല, മറിച്ച് സൗത്തിലെ പല സ്ഥലങ്ങളിലും ഞാൻ പോയി. ചെന്നൈ എൻ്റെ സ്വന്തം വീട് പോലെ, അല്ലെങ്കിൽ അതുപോലെ കാലത്ത് പോവുക, തൃശ്ശൂർ പോയി വരുന്ന ലാഘവത്തോടെയാണ് ഞാൻ ചെന്നൈ പോയി വരാറ്. ആഫ്റ്റർ മൈ +2 ഞാൻ ചെയ്ത കാര്യം എന്താണെന്നറിയോ? നേരെ ഇരിഞ്ഞാലക്കുട ഡോയ്ഷ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് ചെന്ന് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്തത്. ആഫ്റ്റർ മൈ +2 ഐ തിങ്ക് ദാറ്റ് 1.5 വർഷം ലാംഗ്വേജ് പഠിക്കുന്നു, 1 വർഷം പഠിക്കുന്നു. എനിക്ക് B1 മതി, അതുകൊണ്ട് 6 മന്ത് പഠിക്കുന്നു. ആഫ്റ്റർ ഞാൻ എക്സാം എഴുതുന്നു. വിത്തിൻ 1 ഇയറിൽ നേരെ ജർമ്മനിയിലേക്ക് പറക്കുന്നു. പക്ഷേ റിയാലിറ്റി ഈസ് നോട്ട് ദാറ്റ്. 6 മന്തിൽ പഠിക്കേണ്ട ലാംഗ്വേജ് ഞാൻ 1 ഇയറിൽ കംപ്ലീറ്റ് ചെയ്തു. 1 ഇയറിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പോയി എക്സാം എഴുതി. 4 എണ്ണം ജയിക്കേണ്ട അടുത്ത് 2 എണ്ണമേ ജയിച്ചുള്ളൂ. സോ ഐ ഡിപ്രസ്ഡ്. അങ്ങനെ വീണ്ടും ഞാൻ എഴുതി, എനിക്ക് കിട്ടിയില്ല, ഞാൻ പൊട്ടി പാളീസായി. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ എൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങില്ല, സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇനി എക്സാം എഴുതുള്ളൂ. അങ്ങനെ ഞാൻ കാലിക്കട്ട് ഒരു ജോലിക്ക് കയറി. എന്തോ ഞാൻ ആഗ്രഹിച്ചതും എനിക്ക് കിട്ടിയതും അതുപോലെയൊക്കെ ആയിരുന്നു. ദെൻ ഞാൻ അവിടെ ഒരു 5 മന്ത് ജോലിക്ക് കയറി. ഐ ഹാവ് മണി. പക്ഷേ അവിടെയും വേറെ കുറേ സംഭവങ്ങൾ സംഭവിച്ചതുകൊണ്ട് ഐ ക്വിറ്റ് മൈ ജോബ്. യെസ്. അതിനുശേഷം വീണ്ടും ഞാൻ എൻ്റെ ലാംഗ്വേജിലോട്ട് തന്നെ തിരിച്ചു വന്നു. ദെൻ ഞാൻ വീണ്ടും എക്സാം എഴുതി. എനിക്ക് വീണ്ടും ഞാൻ പാസ്സായി. അങ്ങനെ 3 എണ്ണം ഞാൻ പാസ്സായി. പക്ഷേ ഇപ്പോഴും ഒരെണ്ണം ഉണ്ട്. ഇല്ല, അത് സ്റ്റിൽ ഓൺ പ്രോസസ്സാണ്. അത് എനിക്ക് കിട്ടും. എനിക്കറിയാം. അങ്ങനെ ആ ജോബ് ക്വിറ്റ് ചെയ്തു. ബാംഗ്ലൂർ പോയി, ചെന്നൈ പോയി, ട്രിച്ചി പോയി, കൊച്ചി പോയി. പക്ഷേ അവിടെ നിന്നൊന്നും എനിക്ക് പോസിറ്റീവ് ആവാൻ എനിക്ക് പറ്റിയില്ല. ദെൻ അപ്പോഴേക്കും എൻ്റെ കയ്യിലുള്ള പൈസ തീർന്നു. ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യും? അങ്ങനെ ഫൈനലി ഞാനൊരു ജോബ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഫ്രീലാൻസിങ് സോഷ്യൽ മീഡിയ മാനേജർ. അതെ, കറൻ്റ്ലി ഇപ്പോൾ ഞാൻ ഫ്രീലാൻസായിട്ട് സോഷ്യൽ മീഡിയ മാനേജിങ് ആണ് ചെയ്യുന്നത്. ഇനി ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ വിട്ടുപോയി. എന്തുട്ടാത്? ഐ ആം എ തൃശ്ശൂർ ഗൈ. യെസ്, തൃശ്ശൂർ പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പുതുക്കാട് നിന്നൊരു കുറേ ഉള്ളിലേക്ക് വന്നിട്ട് നന്ദിപുലം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്ഥലമുള്ളത്. ബൈ ദ ബൈ, ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് B1 കോഡൊന്നും ഇല്ല കേട്ടോ. ഇപ്പോഴും B1 കോഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ B2 കോഡുണ്ട്, B1 അതില്ല. സോ അവിടെ ഒരു വലിയൊരു റിസ്ക്. അപ്പോൾ ഗൈസ്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്നോട് കുറേ ആൾക്കാർ വന്ന് ചോദിക്കുന്നതാണ്, ഹേയ് ബ്രോ കോഡ് തരുമോ എന്ന്. എവിടെ നിർത്തി തരാനാടാ? കോഡൊന്നും പഠിക്കരുത്, കഷ്ടപ്പെട്ട് പഠിക്കൂ, പാസ്സാവൂ, എന്നാലല്ലേ നിനക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ, അല്ലേ?